ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് എന്നൊരു അടിപൊളിയായിട്ടുള്ള ജെല്ലി ഫിഷ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആക്ച്വലി ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മെയിൻ പൈപ്പ് ക്ലീനറിൻ്റെ മേലെ ബാക്കി പൈപ്പ് ക്ലീനേഴ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൈപ്പ് ക്ലീനേഴ്സിൻ്റെയും രണ്ട് എൻഡും ഇതുപോലെ മെയിൻ പൈപ്പ് ക്ലീനറിൻ്റെ മേലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കണം. ഈ സെയിം പ്രോസസ്സ് നമ്മുടെ മെയിൻ പൈപ്പ് ക്ലീനറിൻ്റെ ഓൾമോസ്റ്റ് ഒരു എൻഡ് വരെ തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 25ഓളം പൈപ്പ് ക്ലീനേഴ്സാണ് മെയിൻ പൈപ്പ് ക്ലീനറിൻ്റെ മേലെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ജെല്ലി ഫിഷിൻ്റെ ഹെഡ് പോർഷനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനെ ആക്ച്വലി മെഡ്യൂസ എന്നാണ് കേട്ടോ വിളിക്കല്, പക്ഷെ നമുക്കിപ്പോൾ അതിന് ഹെഡ് എന്ന് വിളിക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഓരോ പൈപ്പ് ക്ലീനേഴ്സും ഇല്ലേ, അത് ഒരേ ലെങ്ത്തിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഫൈനലി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു അടിപൊളി ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ പൈപ്പ് ക്ലീനേഴ്സും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാ മുത്തുമാലയൊക്കെ കോർക്കാറില്ലേ, അതേപോലെ ഒരു പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത ഓരോ പൈപ്പ് ക്ലീനേഴ്സും ഇതുപോലെ അങ്ങ് കോർത്തെടുക്കണം. ഇനി കോർത്തെടുത്ത എല്ലാ പൈപ്പ് ക്ലീനേഴ്സും മാക്സിമം അടുപ്പിച്ച് വെക്കുക. എത്ര മാക്സിമം അടുപ്പിച്ച് വെക്കാൻ പറ്റുമോ അത്രയും മാക്സിമം അടുപ്പിച്ച് വെക്കുക. ദാ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നമ്മൾ മാക്സിമം അത് അടുപ്പിച്ച് വെച്ചിട്ട് ഈ രണ്ട് എൻഡിലുള്ള പൈപ്പ് ക്ലീനേഴ്സും ഉണ്ടല്ലോ, അത് രണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു രൂപത്തിൽ സെറ്റ് ആക്കുന്നത് കേട്ടോ. ഇനി ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുത്തിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത പൈപ്പ് ക്ലീനർ ഒന്ന് താഴോട്ട് മടക്കി വെക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തായിരുന്നല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്ലൂ ഗണ്ണിൽ കൈയൊക്കെ തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പുള്ളി പോവാണ്ട് നോക്കുക, വളരെ ശ്രദ്ധിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ എൻഡിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്കൊക്കെ ആയിട്ട് കാണാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പൊ കാണുമ്പോൾ ഒരു തൊപ്പി പോലെയൊക്കെ ഉണ്ടല്ലേ, നമുക്കിത് വെച്ച് തൊപ്പി ഉണ്ടാക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ രണ്ട് പൈപ്പ് ക്ലീനേഴ്സും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഈ രൂപത്തിൽ സെറ്റാക്കി കൊടുക്കാം. ഇനി ജെല്ലി ഫിഷിന്റെ ഹെഡ് കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ ടെയിൽ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം ഇല്ലേ, ടെൻഡക്കിൾസ് എന്നാണ് അതിനെ വിളിക്കുക. ഇനി നമുക്ക് ആ പാർട്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുണ്ടാക്കാനായിട്ട് കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് ഇതുപോലെ പെൻസിലിൻ്റെയോ പെന്നിൻ്റെ മേലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ ചെയ്യാൻ. ഇതുപോലെ അതിൻ്റെ ഹെഡിൽ ഹാങ് ചെയ്തിട്ട് അത്ര സൈസ് ഉണ്ടാവില്ല, ലെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ 14 എണ്ണമാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ രണ്ടെണ്ണം വെച്ച് ജോയിൻ ചെയ്തിട്ട് ടോട്ടൽ 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗാൻസ റിബൺസും ബീഡ് ചെയിനും അതേപോലെ ഒരു ഫെയറി ലൈറ്റും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 2 കളർ ഫെയറി ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ 2 ജെല്ലി ഫിഷ് ഉണ്ടാക്കിയതുകൊണ്ട് ഓരോന്നിലും ഓരോന്ന് വെച്ച് ട്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്.
ഇനി നമ്മുടെ ജെല്ലി ഫിഷിന്റെ ഹെഡിന്റെ ഉള്ളിലുള്ള ഒരു പൈപ്പ് ക്ലീനർ പോർഷൻ ഇല്ലേ, അതിന്റെ മേലെയാണ് നമ്മൾ ഇത് ഓരോന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. റിബൺ ആണെങ്കിൽ ടൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. റിബൺ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പെൻസിലൊക്കെ ചുരുട്ടി നോക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമില്ല, ഓർഗാൻസ റിബൺ അല്ലേ, എത്ര ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും കേട്ടോ. നമ്മുടെ DIY ജെല്ലി ഫിഷ് മേക്കിംഗ് പ്രോസസ്സ് ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിൽ എത്തിട്ടോ. ഇനി നമുക്ക് ആ ബീഡ് ചെയിനും ഇതേപോലെ തന്നെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഓരോ പീസസും അതിൽ ടൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു ഫെയറി ലൈറ്റാണ് ഈ കളർ ജെല്ലി ഫിഷിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. ഈ ഫെയറി ലൈറ്റ് അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഹാഫായിട്ട് മടക്കിയിട്ട് ഒരു എൻഡ് ഒരു സൈഡിലും മറ്റേ സൈഡിലും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതും ഞാൻ ഗ്ലൂ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഫെയറി ലൈറ്റിൻ്റെ ആ സ്വിച്ച് ഉള്ള എൻഡ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് താഴ്ത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു റിബണിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഹെഡിൻ്റെ ചുറ്റും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി നമ്മുടെ ജെല്ലി ഫിഷ് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം പൈപ്പ് ക്ലീനർ ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ചെറിയ പീസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ യൂസ് ചെയ്ത് കുറച്ച് വലിപ്പം കൂടിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മുടെ ജെല്ലി ഫിഷ് ഈസ് റെഡി. സംഭവം ഇത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി. ഞാനിത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറേ നേരം ഇതിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരുന്നു പോയി. നമ്മുടെ ആ റൂമിന്റെ ആംബിയൻസ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കളയും. ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി ഇത് ക്യാമറയിൽ ഫുള്ളായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ഫുൾ ബ്യൂട്ടി. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടാവും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പം അത്രേ ഉള്ളൂ. ബൈ.